പ്രശാന്തട്ട, യു പിയിൽ നമുക്കറിയാം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുടെ കെട്ടിടങ്ങൾ ബുൾഡോസർ കൊണ്ട് ഇടിച്ച് നിരത്തുന്ന ഒരു രീതിയുണ്ട്. അതിന് ഒരുപാട് ആളുകൾ അതിനെ കൈയടിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ അതിനെതിരെ ഒരു കേസ് വന്നു. സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത് അങ്ങനെ ചെയ്യാമോ, ഇത് അനധികൃത നിർമ്മാണങ്ങളാണോ ഇടിച്ച് കളയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇടപെടുന്നില്ല, അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല, ഒരാൾ കുറ്റാരോപിതനാണ് എന്നുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിന് ഈ രാഹുൽ ഗാന്ധി അഭിപ്രായം വല്ലതും പറഞ്ഞിട്ടുണ്ടോ? പിന്നെ അദ്ദേഹം അഭിപ്രായം പറയായിരിക്കും. അദ്ദേഹം പറഞ്ഞത് നിയമത്തിനും ന്യായത്തിനും പുറത്തുകൂടെ പോകുന്ന ബുൾഡോസറിന് സുപ്രീം കോടതിയിൽ നിന്ന് വന്ന വിധി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിധി സ്വാഗതാർഹം. ശരിക്കും പറഞ്ഞാൽ ഈ യു പിയുടെ കാര്യം ബുൾഡോസർ ബാബ എന്നൊക്കെ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ വിളിക്കുന്നുണ്ടല്ലോ. ആസാമിലും ബുൾഡോസർ ഉപയോഗിക്കാറുണ്ട്, രാജസ്ഥാനിലും ഉപയോഗിക്കാറുണ്ട്, പല സംസ്ഥാനങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ജോണ് ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ ഒന്നുകിൽ ജോൺ ഒരു നല്ല പ്രവൃത്തി ചെയ്തിട്ട് ആളാവുന്ന ആളായിരിക്കണം, അല്ലെങ്കിൽ കുപ്രസിദ്ധനായിരിക്കണം, എന്തെങ്കിലും ക്രിമിനൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒഫൻസിൻ്റെ ആളാവുമ്പോഴാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. അല്ലാതെ ഇപ്പം ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ആളുകൾ ഉണ്ട്, അവർ പല ജോലികൾ ചെയ്ത് അവരവരുടെ ജീവിതം കരിപ്പിടിപ്പിച്ചു പോകുന്ന അല്ലെങ്കിൽ കരപിടിപ്പിച്ചു പോകുന്ന ഒരവസ്ഥ. ഇതിനകത്തെന്ന് പറയാം, ഈ പറയുന്നതിനകത്തൊന്നും ഒരു വാസ്തവമില്ല. ഒരു പൊതു താല്പര്യ ഹർജി, സാധാരണ ഇത്തരം വിഷയങ്ങളെല്ലാം പൊതു താല്പര്യ ഹർജി വരാറുണ്ട്. നേരത്തെ ഗുണ്ടകളെ ഈ കൊല്ലുന്നതിന് ഒരു പൊതു താല്പര്യ ഹർജി വന്നായിരുന്നു യു പിയിൽ. ഈ ഗുണ്ട അല്ലെങ്കിൽ വ്യാജ ഏറ്റുമുട്ടൽ എന്നൊക്കെ പറയും, ഏറ്റുമുട്ടൽ കൊലപാതകം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടായിരുന്നല്ലോ. ധാരാളം ഗുണ്ടകൾ അവിടെ മരിച്ചു. ഏതാണ്ട് 150ഓളം ഗുണ്ടകളെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നു. അത് വളരെ കയ്യടി നേടിയ ഒരു കാര്യമാണ്. ആ സമയത്ത് ഒരാരോപണം വന്നു, ചില പ്രത്യേക മതവിഭാഗങ്ങളെയാണ് ഗുണ്ടകൾ എന്ന വ്യാജേന വെടിവെച്ച് കൊല്ലുന്നത്. ഗവൺമെന്റ് പുറത്തു വിട്ടപ്പോൾ പ്രത്യേക മതവിഭാഗത്തെയൊന്നുമല്ല, കൂടുതലും ഹിന്ദുക്കൾ ഗുണ്ടകളെ തന്നെ കൊന്നായിരുന്നു. എണ്ണി നോക്കുമ്പോൾ അതായത് അവിടെ ഗുണ്ടായുസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഗുണ്ടകൾ ഇടയ്ക്ക് വെച്ച് യോഗി അത്തരത്തിൽ തീരുമാനമെടുത്തു, ഇനി ഗുണ്ടാ പ്രവർത്തനവുമായിട്ടും അല്ലെങ്കിൽ ഇതുപോലുള്ള വിധ്വംസ പ്രവർത്തനമായിട്ടും ഒക്കെ നിൽക്കുന്നവർ ഒന്നെങ്കിൽ കീഴടങ്ങുക, അല്ലെങ്കിൽ അവരെ പിന്തുടർന്ന് പിടിച്ച് വേണ്ട നിയമ നടപടികളിലേക്ക് പോകുന്നവർ ധാരാളം പേര് കീഴടങ്ങി. ചില വലിയ ഗുണ്ടാ തലവന്മാർ കീഴടങ്ങാതെ വന്ന് പോലീസുമായിട്ട് ഏറ്റുമുട്ടി പലയിടത്തും മരിക്കുന്ന അവസ്ഥയുണ്ടായി. ചിലരെയൊക്കെ ഈ വ്യാജേന വെടിവെച്ച് കൊന്നതാണെന്നും പറയുന്നു. പക്ഷെ അതിനൊന്നും ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം സാധാരണക്കാരായിട്ടുള്ള പാവത്തുങ്ങളായിട്ടുള്ള ജനങ്ങളെ പീഡിപ്പിച്ചും അവൻ്റെ സ്വത്ത് കൈയടക്കിയും അവൻ്റെ സ്വത്ത് കൈയേറിയും അവൻ യുവമാരുടെ താല്പര്യത്തിന് കൊണ്ട് നടക്കുന്ന ഒരു ഗുണ്ടാ സെറ്റപ്പാണ് യു പിയിൽ വളരെ കാലമായിട്ടുണ്ടായിരുന്നത്. എല്ലാ പ്രദേശങ്ങളും ഏതെങ്കിലും ഒരു ഗുണ്ടയുടെ നിയന്ത്രണത്തിലായിരിക്കും. ആ പ്രദേശത്ത് എന്ത് നടക്കണം, അല്ലെങ്കിൽ ആ പ്രദേശത്തെ ആൾക്കാർ എന്ത് ചെയ്യണം, അവരുടെ സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കണം, അവരുടെ സമ്പത്ത് അല്ലെങ്കിൽ ഇവർ കയ്യേറി വെച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു ആരോപണം. അതിനൊക്കെ മാറ്റം വന്ന് ആൾക്കാർക്ക്, സാധാരണക്കാർക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് യു പിയെ കൊണ്ടുപോയത് കൊണ്ടാണ് യു പി യോഗി ആദിത്യനാഥിന് വേണ്ടി 87% ആൾക്കാരുടെ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ സർവേ റിപ്പോർട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. ജനങ്ങളുടെ താല്പര്യത്തിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. അപ്പം അന്ന് ഞാനീ പറഞ്ഞത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയാണ് ഗുണ്ടകളെന്നുള്ള വ്യാജേന കൊല്ലുന്നത്. അതിന് പൊതു താല്പര്യ ഹർജി വരുന്നു, അതിനകത്ത് ഏറ്റവും വലിയ വക്കീൽ വരുന്നു, വാദിക്കുന്നു. അപ്പം അതിന് ഗവൺമെന്റിനോട് റിപ്പോർട്ട് ചോദിക്കുന്നു. അപ്പോൾ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ അല്ലെന്ന് വരുന്നു. അപ്പം ആ കേസ് മാറുന്നു. അപ്പം ഏതിനകത്തും ഒരു ജാതി പറഞ്ഞ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ ഒരു മതം കലർത്തി, അല്ലെങ്കിൽ ഇതൊരു പ്രത്യേക വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ പ്രത്യേക വിഭാഗത്തിനെ ഓരോ രീതിയിൽ എന്ത് ന്യായം വെച്ചും രാജ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനകത്ത് ജാതി കൊണ്ടുവന്ന് അതിനെ അപ്രസക്തമാക്കുക, അല്ലെങ്കിൽ അതിന് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ചില ശക്തികൾ, അതായത് ഇന്ത്യ വിരുദ്ധ ശക്തികൾ, നമ്മൾ ഈ പറയുന്ന ആൾക്കാർ ഇപ്പം ഇതിനകത്തും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പിടിച്ചിട്ടുള്ള ക്രിമിനൽസിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകൾ പോലീസ് പരിശോധിക്കുമ്പോൾ ഈവൻ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ചേരിയിൽ ഇപ്പം ഒരു ബലാത്സംഗ കേസിൽ ഒരു ആളിനെ പിടിക്കുന്നു. ഈ ഗുണ്ടകളെന്ന് പറയുന്നത് ബലാത്സംഗം, പിടിച്ചുപറി എല്ലാം കൂടെ ഒന്നിച്ചുള്ള സംവിധാനമാണ്. ബലാത്സംഗ കേസ് പിടിക്കുന്നത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച കേസ് പിടിക്കുന്നു, സ്ത്രീകളെ ഉപദ്രവിച്ച കേസ് പിടിക്കുന്നു. അപ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുമ്പോൾ ഇയാളുടെ വേറെ ബുട്ട്സ് നോക്കുമ്പോൾ ഇവൻ്റെ സ്വത്തുകൾ നോക്കും, മറ്റും ഈ ഇത്തരത്തിലുള്ള ക്രിമിനൽസിൻ്റെ കെട്ടിടങ്ങൾ മൊത്തം നിൽക്കുന്ന സർക്കാർ പ്രോപ്പർട്ടിയിലായിരുന്നു. അങ്ങനെ സർക്കാർ പ്രോപ്പർട്ടിയിൽ നിന്നിട്ടുള്ള കെട്ടിടങ്ങൾ മാത്രമാണ് അവിടെ പൊളിച്ചു കളഞ്ഞിട്ടുള്ളത്. സർക്കാർ പ്രോപ്പർട്ടിയുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു കളഞ്ഞിട്ട് പല പ്രദേശങ്ങളിലെയും ഗുണ്ടകളുടെ കയ്യിലിരുന്ന കെട്ടിടത്തിൽ സാധാരണക്കാരന് പാർപ്പിടമില്ലാത്തവന് പാർപ്പിടം വെച്ചു കൊടുത്തു യോഗി.
അപ്പം ഇത് സുപ്രീം കോടതി ഇന്നലെ ചോദിച്ച വേറെ ഒന്നുമല്ല. ഇങ്ങനെ ഒരു കുറ്റവാളി എന്ന് ആരോപിക്കപ്പെടുന്ന ഒരാൾ കുറ്റം തെളിയുന്നതിന് മുമ്പ് അയാളുടെ വസ്തുവകകൾ പൊളിച്ചു കളയുന്നുണ്ടോ എന്ന് സുപ്രീം കോടതി ചോദ്യം ചോദിച്ചു. സോളിസിറ്റർ ജനറൽ പറഞ്ഞു അങ്ങനെ ഇല്ല, ഇതെല്ലാം പൊളിച്ചു കളഞ്ഞിട്ടുള്ളതെല്ലാം യു പിയിൽ മാത്രമേ ഇന്ത്യയിൽ ഉടനീളമുള്ള എല്ലാ സംസ്ഥാനങ്ങളും പൊളിച്ചു കളഞ്ഞിട്ടുള്ളത് അനധികൃതമായിട്ടാണ്, അല്ലെങ്കിൽ സർക്കാർ പ്രോപ്പർട്ടി കൈയേറി വെച്ചിരുന്നിട്ടുള്ളതാണ്. അത് അവിടെ നിന്ന് അവരുടെ കെട്ടിടങ്ങൾ നീക്കം ചെയ്തിട്ടുള്ളതേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ പരിശോധിക്കാം. അന്ന് കോടതി മറ്റൊരു ദിവസത്തേക്ക് 17-ാം തീയതിക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ന്യായമായ കാര്യങ്ങൾ, രാജ്യത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ കൃത്യമായി ന്യായമല്ല എന്ന് വരുത്തി തീർക്കുന്നതിനും അതിന് അനുകൂലമായിട്ട് പ്രസ്താവന നടത്തുന്നതിനും അതിന് അനുകൂലമായിട്ട് കാര്യങ്ങൾ പറയുന്നതിനും ഒക്കെ ശ്രമിച്ചുകൊണ്ട് പോകുന്ന ഒരു രീതിയാണ് നമ്മൾ കാണാം. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഒരു ബന്ധുണ്ടല്ലോ, ബന്ദ്. ആ ബന്ദിനകത്തെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സുപ്രീം കോടതി പറഞ്ഞത് എന്താണ്? ഇവിടുത്തെ OBC വിഭാഗത്തിനും പിന്നോക്ക വിഭാഗത്തിനും ആനുകൂല്യങ്ങൾ കൊടുക്കണം, അവർക്ക് സംവരണം അനിവാര്യമാണ്. സംവരണം കൊടുക്കുമ്പോൾ അതിനകത്ത് ആ ജാതിക്കകത്ത് അതിനെക്കാട്ടിൽ പീഡനം അനുഭവിക്കുന്ന ഉപജാതികളുണ്ടെങ്കിൽ ആ ജാതിയിൽ അവരെ കൂടുതൽ പരിഗണിക്കണം എന്നുള്ള കാര്യം തീരുമാനിക്കാൻ അതായത് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അധികാരമുണ്ട്. ഇത്രേ പറഞ്ഞുള്ളൂ. രാഹുൽ ഗാന്ധി അടുത്ത ദിവസം മൈക്കെടുത്ത് വെച്ച് അന്നേരം പറഞ്ഞെന്തോ, സുപ്രീം കോടതി ഇവിടുത്തെ OBC വിഭാഗത്തിന്റെയും അല്ലെങ്കിൽ പിന്നോക്കക്കാരൻ്റെയൊക്കെ സംവരണം ഇല്ലാതാക്കുന്നു. പ്രക്ഷോഭം ബന്ദ് നടന്നു, പ്രക്ഷോഭം നടന്നു. ചില പ്രത്യേക മേഖലകൾ, പുള്ളി ഉദ്ദേശിക്കുന്ന ചില പ്രത്യേക മേഖലകളിലൊക്കെ ചില സമരങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതായത് ഇത്തരത്തിൽ ഇപ്പം യോഗി അവിടെ ചെയ്യുന്ന ബുൾഡോസർ അല്ലെങ്കിൽ ബുൾഡോസർ വെച്ച് കെട്ടിടങ്ങൾ പൊളിക്കുന്നുണ്ടെങ്കിൽ അത് യോഗിക്ക് കൃത്യമായിട്ട് അറിയാം. യോഗി ഇദ്ദേഹത്തിന്റെ സ്കൂളിലല്ല പഠിച്ചത്, മനസ്സിലാവുന്നത്. രാഹുൽ ഗാന്ധിയുടെ സ്കൂളിലല്ല യോഗി പഠിച്ചത്. യോഗി പഠിച്ച സ്കൂളിൽ രാഹുൽ ഗാന്ധി പഠിക്കണമെങ്കിൽ ഒത്തിരി ജന്മം ജനിക്കുകയും വേണം. അപ്പൊ യോഗി ബുൾഡോസർ ഉരുട്ടണോ, ഗുണ്ടകളെ ഇല്ലായ്മ ചെയ്യണോ, അല്ലെങ്കിൽ UP എങ്ങനെ ഭരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്ഥാനത്തിലെ ഓരോ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എങ്ങനെ ഭരിക്കണമെന്ന് കൃത്യമായി നിയന്ത്രിക്കാനുള്ള സംവിധാനമുള്ള പാർട്ടി തന്നെയാണത്. അതുകൊണ്ട് ഒരവസരം കിട്ടുമ്പോഴെല്ലാം യോഗിയുടെ പുറത്ത് കയറാനും അല്ലെങ്കിൽ ആസാം മുഖ്യമന്ത്രിയുടെ പുറത്ത് കയറാനും മറ്റ് BJP നേതാക്കന്മാരുടെ പുറത്ത് കയറാനും ഒക്കെ പോയാൽ അത് തന്നെത്താനെ വഷളായി മാറിപ്പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരത്തെ മാത്രമേ ഉള്ളൂ. അപ്പം ഈ പ്രസ്താവനയിൽ യാതൊരു കഴമ്പും ഉള്ളതല്ല. യഥാർത്ഥത്തെ മറച്ചു പിടിക്കുന്ന മറ്റ് കാര്യങ്ങളെ പോലെ ഈ കാര്യത്തെയും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ സുപ്രീം കോടതിയുടെ ഈ വിധി വന്നതിന് ശേഷം അവിടെ ഇനിയിപ്പം ബുൾഡോസർ വെച്ച് തകർക്കുന്നത് നിൽക്കുമോ അതോ? അല്ല ജോണെ, സുപ്രീം കോടതി വിധി വന്നിട്ടില്ല. സുപ്രീം കോടതി അത് ന്യായമായ ചോദ്യമാണ് ചോദിച്ചത്. ഒരു രാജ്യത്ത് ജോൺ ഒരു കുറ്റം ചെയ്താൽ ആ കുറ്റത്തിനകത്ത് ശിക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ജോണിനെ പിടിക്കുമ്പോൾ കുറ്റാരോപിതനായിട്ട് ജോണിന്റെ വീടും വസ്തുവും ഒന്നും ഒരു ഗവൺമെന്റിനും പൊളിക്കാനോ അല്ലെങ്കിൽ നീക്കം ചെയ്യാനോ ഒന്നും സാധിക്കത്തില്ല. അത് അങ്ങനെ ചെയ്തിട്ടുമില്ല. അപ്പൊ ഞാനീ പറഞ്ഞതൊന്നും തന്നെ ആ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇത് ഇങ്ങനെ ചെയ്യുന്നു BJP സർക്കാർ എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. അത് ആര് ശ്രമിക്കുന്നു എന്നൊന്ന് ചോദിച്ചാൽ ഇപ്പം രാഹുൽ ഗാന്ധി അതിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞെങ്കിലും ഇത്തരത്തിലുള്ള ആരോപണം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് അവിടുത്തെ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ നീച പ്രവർത്തികൾ ചെയ്യാൻ പോകുന്ന ഗുണ്ടാ ഗ്രൂപ്പുകളാണ്. ആ ഗ്രൂപ്പുകളുടെ കൂടാണ് ഇവിടുത്തെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ്. അതാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഇതിനകത്ത് വിധിയും വന്നിട്ടില്ല. ഇത് പരിശോധിക്കുന്നതിന് വേണ്ടി ഇനി 17-ാം തീയതിക്ക് മാറ്റി വെച്ചിട്ടുള്ളേ ഉള്ളൂ. ഇദ്ദേഹം ഈ പറയുന്നത് പോലെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല, കാര്യങ്ങൾ നടക്കുമേ ഇല്ല. അതിന്റെ പറഞ്ഞതുപോലെ ഇത് നിയമ സംവിധാനങ്ങളും അല്ലെങ്കിൽ നിയമാനുസൃതവുമായിട്ടുള്ള കൃത്യമായ പോകുന്ന ഒരു മഹാരാജ്യമാണല്ലോ. അങ്ങനെ ഒരാളോട് ദേഷ്യം വന്ന ഉടനെ ബുൾഡോസർ എടുത്തുകൊണ്ട് വന്നത് മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും അയാളെ വീട് മാന്തി പൊളിക്കാനോ അല്ലെങ്കിൽ അയാളെ മോശമാക്കാനോ അങ്ങനെ ചെയ്യാനോ ഒന്നും നടക്കത്തില്ല. അങ്ങനെ ചെയ്തിട്ടുമില്ല. ഈ ചെയ്തിട്ടുള്ളതും പൊളിച്ചിട്ടുള്ളതും ഒക്കെ അനധികൃത കെട്ടിടങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ പുറകിൽ പിന്നെ ആരും വരാഞ്ഞത്, അതിന്റെ പുറകിൽ കേസുകൾ ഉണ്ടാവാഞ്ഞത്. നേരത്തെ ഡൽഹിയിൽ ചേരികളിൽ ബുൾഡോസർ വന്നപ്പോൾ ഇതേ ആരോപണം വന്നില്ലേ? അതെല്ലാം സർക്കാർ ഭൂമിയിൽ അവിടെ അനധികൃതമായിട്ട് കിടക്കുമല്ലായിരുന്നു. ഈ കിടന്നത് മൊത്തം രാജ്യവിരുദ്ധ ശക്തികളാണെന്ന് പിന്നെ മനസ്സിലായില്ലേ? അന്ന് അതിനെതിരെ വൃന്ദാക്കാരായിട്ടും അല്ലെങ്കിൽ ഇവിടുത്തെ CPM ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കളും ഒക്കെ ഇറങ്ങില്ല. പിന്നൊക്കെ അവരുടെ പോയി ബുൾഡോസറിന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടങ്ങ് പോയതല്ലേ ഉള്ളൂ. അപ്പൊ അതുപോലെ ഒന്നും കൊള്ളത്തില്ലെങ്കിലും രാജ്യവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രവൃത്തിക്ക് പറയാനൊരു കാരണം വരുമ്പോൾ ആ കാരണം കണ്ടുപിടിച്ച് കൊണ്ടുവരുന്ന ഒരു നേതാവായിട്ട്, പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധി മാറുന്നു. അതിന്റെ മറ്റൊരു വിഷനായി അല്ലെങ്കിൽ മറ്റൊരു മുഖമായി കണ്ടത്. അല്ലാതെ അവിടെ അനധികൃതമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞു വെക്കുന്നതെന്ന് പറഞ്ഞാൽ ജനാധിപത്യ സംവിധാനത്തിൽ ഇരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് BJPയുടെ മുഖ്യമന്ത്രിയും BJPയുടെ പ്രധാനമന്ത്രിയും BJP നേതാക്കന്മാരും ഒക്കെ അനധികൃതമായിട്ട് താല്പര്യം അനുസരിച്ച് ഗുണ്ടായുസത്തിൽ കൂടി രാജ്യം ഭരിച്ചുകൊണ്ട് പോകുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി. പെട്ടെന്ന് പരിശോധിക്കാത്ത ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ ശരിയാണെന്ന് വിചാരിക്കും. അത്രേ അദ്ദേഹം ഉദ്ദേശിക്കുന്നുള്ളൂ. അതിന്റെ ഒരു പ്രചരണം നടക്കുന്നു. അതാണ് ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് കാരണമായത്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.